പ്രധാനമായിട്ടും നിക്കോ പൗലൻസാസി, സമീർ അമീൻ, എറിക് ഹോബ്സോ തുടങ്ങിയവരുടെ ആശയങ്ങൾ കൂടി സ്വീകരിച്ചാണ് ഞാൻ ഈ ചർച്ച ആരംഭിക്കുന്നത്. ഫാഷിസം എന്ന് പറയുന്നത് കേവലം സ്വേച്ഛാധിപത്യമോ ഏകാധിപത്യമോ എന്നുള്ളതല്ല. മുതലാളിത്ത വളർച്ചയ്ക്കുണ്ടായ ഒരു പ്രതിസന്ധിയോടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിലാണ് ഫാഷിസത്തെ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ജർമ്മനിയിൽ കുത്തക മുതലാളിത്തം, മൊണോപ്പൊളി ക്യാപിറ്റലിസത്തിൻ്റെ ഒരു വലിയ വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ജർമ്മൻ സോഷ്യൽ ലൈഫിൽ മൊണോപ്പൊളി ക്യാപിറ്റലിൻ്റെ ഡോമിനേഷന് വേണ്ടിയുള്ള ഒരു വലിയ മൊമെൻറ്റം സംവേഗം നടക്കുകയുണ്ട്. മൂലധനത്തിൻ്റെ കേന്ദ്രീകരണം. ഉദാഹരണത്തിന് 1923-24 കാർട്ടലുകൾ എന്ന് വെച്ചാൽ അവരാണ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അഗ്രികൾച്ചർ പ്രോഡക്ട്സിൻ്റെ ആണെങ്കിലും ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിൻ്റെ ആണെങ്കിലും ഇൻഡസ്ട്രീസ് ഒരുമിച്ചൊരു ധാരണയിലെത്തും. എത്ര മാർക്കറ്റിൽ നമ്മൾ റിലീസ് ചെയ്യണം, അതിന് വില എത്ര ഇരിക്കണം എന്നുള്ള ഒരുമിച്ചൊരു തീരുമാനം എടുക്കും. അതാണ് കാർട്ടൽസ് എന്ന് പറയുന്നത്. 23-24 ജർമ്മനിയിലെ വൻ കാർട്ടലുകൾ 1500 നിന്ന്, ആ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നിന്ന് ഈ ഫാഷിസം നാസിസത്തിൻ്റെ ആ ഒരു ഇനോഗ്രേഷൻ്റെ കാലഘട്ടമായപ്പോഴേക്ക് 1500 നിന്ന് 2500 വളരെ വർദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ സ്മോൾ ട്രേഡേഴ്സ്, മീഡിയം ഇൻഡസ്ട്രീസ്, അവരുടെ എല്ലാം ഒരു തകർച്ച കണ്ടിട്ട് അവിടെ മൊണോപ്പൊളൈസേഷനിലേക്ക് ഇക്കോണമി വരുന്നു. ആകെ 4 സ്റ്റീൽ കമ്പനീസ് ആയിട്ട് അവസാനം അത് പരിണമിച്ചു. ധാരാളം ചെറുകിട സ്റ്റീൽ കമ്പനീസ് ഉണ്ടായിരുന്നു. 4 സ്റ്റീൽ കമ്പനീസ് ആയിട്ട് അത് ചുരുങ്ങി. 3 ബാങ്ക്സ്, ഡ്യൂഷെ ബാങ്ക് ഉൾപ്പെടെ 3 ബാങ്കുകൾ എൻറ്റയർ ഫൈനാൻസിനെ അവർ കൺട്രോൾ ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ഫൈനാൻസ് ഇൻഡസ്ട്രി ഈ മേഖലയിലുള്ള ഒരു മൊണോപ്പൊളൈസേഷൻ വരികയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ. ഇവിടെ ഒരു വൈരുദ്ധ്യം നടക്കുന്നുണ്ട് അഗ്രികൾച്ചറുമായിട്ടുള്ള. ഈ മൊണോപ്പൊളി ക്യാപിറ്റൽ കാർഷിക മേഖലയുമായിട്ടുള്ള ഒരു വൈരുദ്ധ്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതേ കാലഘട്ടത്തിൽ നാഷണൽ ഇൻകത്തിൽ അഗ്രികൾച്ചറിൻ്റെ ഷെയർ 22% നിന്ന് 20% കുറയുന്നുണ്ട്. വേജസ് കുറഞ്ഞു. അഗ്രികൾച്ചർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ വേജസ് കുറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനം അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൻ്റെ പ്രൈസസിൻ്റെ വലിയ തകർച്ച സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് വ്യാവസായിക മൂലധനവും കാർഷിക മൂലധനവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതിനെ ട്രാൻസെൻഡ് ചെയ്യാൻ, ഇതിനെ മറികടക്കാനായിട്ട് എസ്റ്റേറ്റ് ഓണേഴ്സ് തീരുമാനിച്ചത് മെക്കനൈസേഷൻ തീരുമാനിച്ചു. പക്ഷെ മെക്കനൈസേഷൻ തീരുമാനിക്കുമ്പോഴും വൻതോതിൽ അവർക്ക് ഫൈനാൻസ് വേണം. അവിടെ ഒരു ബാങ്കുകളെ സമീപിച്ച് ബാങ്കുകൾ കൊടുത്തു. അപ്പോൾ അവർ ബാങ്കുകൾക്ക് അവർ ഇൻഡക്റ്റഡായി, അവർ കടക്കാരായി. മാത്രമല്ല മെക്കനൈസേഷൻ്റെ മെഷീനറി, ക്യാപിറ്റലിസ്റ്റ് അഗ്രികൾച്ചർ വേണമെങ്കിൽ അതിന് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വേണം. ഇതിനെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ബിഗ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലാണ്. അപ്പം മൊണോപ്പൊളി ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലും എസ്റ്റേറ്റ് ഓണേഴ്സും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ റിസോൾവ് ചെയ്യാൻ വേണ്ടി അഗ്രികൾച്ചറിൻ്റെ ക്യാപിറ്റലിസ്റ്റിക് അഗ്രികൾച്ചറിലേക്ക് അവർ പരിശ്രമം ആരംഭിച്ചപ്പോഴും, അല്ലെ മെക്കനൈസേഷൻ അവർ ആഗ്രഹിച്ചെങ്കിലും, അവർ ഈ ഫൈനാൻസ് ക്യാപിറ്റലിനും ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിനും കൂടുതൽ അവർ വിധേയപ്പെടുകയും കടക്കാരാവുകയും ചെയ്തു.
മാത്രമല്ല അഗ്രികൾച്ചർ വെച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രോസസ്സിംഗ് അത് എസ്റ്റേറ്റ് ഓണേഴ്സ് ചെയ്യുന്നില്ല, അത് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ ഏറ്റെടുത്തു. അപ്പോൾ അതിൽ നിന്നുള്ള പ്രോഫിറ്റ്, ഞാൻ ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, അഗ്രികൾച്ചർ പ്രൈസസ് ഫോൾ ചെയ്തു, കാർഷികോൽപ്പന്നങ്ങളുടെ വില ഇടിഞ്ഞു. പക്ഷെ കാർഷികോൽപ്പന്നങ്ങളുടെ വില ഇടിഞ്ഞെങ്കിലും കാർഷികോൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള സംസ്കരണത്തിലൂടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി, അതും ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിന്റെ അക്യൂമുലേഷന് സഹായിച്ചു. വലിയ കൺസ്യൂമർ ചെയിൻസ് ഉണ്ടാക്കി, വലിയ മാളുകൾ. 20ാം നൂറ്റാണ്ടിന്റെ 2ാം ദശകമായപ്പോഴത്തേക്ക് വലിയ മാളുകൾ ഉണ്ടാക്കി. ആ മാളുകളിൽ കൂടുതലും വെക്കുന്ന അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആണ്. ഒരു വശത്ത് കാർഷിക മേഖലയിൽ നിന്ന് ഇത് പ്രൊക്യൂർ ചെയ്യുമ്പോൾ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മാളുകളിൽ പ്രോസസ്ഡ് ഫിനിഷ്ഡ് ആയിട്ട് വെക്കുന്ന പ്രോഡക്ട്സിന്റെ വിലയിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ കാർഷിക മേഖലയിലുണ്ടായ ഈ മൂലധനം ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെയാണ് മൊണോപ്പൊളൈസേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം. എന്നാൽ ഈ ബിഗ് ക്യാപിറ്റലും ഈ മൊണോപ്പൊളി ക്യാപിറ്റലും മീഡിയം ക്യാപിറ്റലും തമ്മിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. മീഡിയം ക്യാപിറ്റല് ഇടത്തരം വ്യവസായങ്ങൾ, അവര് ലൈറ്റ് ഇൻഡസ്ട്രി, മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ ലൈറ്റ് ഇൻഡസ്ട്രിയിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്. എന്നാൽ ബിഗ് ഇൻഡസ്ട്രി ഹെവി ഇൻഡസ്ട്രിയിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇവർ തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. ടൂൾസ്, റോ മെറ്റീരിയൽസ്, ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഈ ഹെവി ഇൻഡസ്ട്രി വഴിയാണ്. കാർ ഉണ്ടാക്കണമെങ്കിൽ ഹെവി ഇൻഡസ്ട്രി വഴിയേ സാധിക്കത്തുള്ളൂ. അപ്പൊ അതിൻ്റെ പ്രൈസസ് എപ്പോഴും കൺട്രോൾ ചെയ്തിരുന്ന ഈ കാർട്ടൽസ് ആയിരുന്നു. അതുകൊണ്ട് ഈ ബിഗ് മൊണോപ്പൊളി ക്യാപിറ്റലും ഈ മീഡിയം ലെവൽ ക്യാപിറ്റലും തമ്മിലും സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ഒരു വശത്ത് മൊണോപ്പൊളി ക്യാപിറ്റലും അഗ്രികൾച്ചറൽ ക്യാപിറ്റലും തമ്മിലുള്ള സംഘർഷം, രണ്ട് ബിഗ് ക്യാപിറ്റലിൽ തന്നെയുള്ള കോൺട്രഡിക്ഷൻ ഉണ്ട്. 1929 ആയപ്പോഴേക്ക് ഈ വൈരുദ്ധ്യങ്ങൾ കുറെ കൂടെ ഗുരുതരമാണ്. ബാങ്കുകൾ, ഇവരുടെ ഫൈനാൻസിങ് നടത്തുന്ന എല്ലാം ബാങ്കുകളാണ്. സ്റ്റേറ്റ് എന്തെങ്കിലും സബ്സിഡീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ബാങ്കുകൾ വഴിയാണ്. സ്റ്റേറ്റ് ഗ്രാന്റുകൾ മുഴുവൻ ബാങ്കുകൾ വഴിയാണ്. ബിഗ് ഫൈനാൻസ് ക്യാപിറ്റൽ monopolize the financial aid of the states. അപ്പോൾ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലും ബിഗ് ബാങ്കിങ് ക്യാപിറ്റലും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. നിരവധി തരത്തിലുള്ള കോൺട്രഡിക്ഷൻസ് ആണ്. ഇതെപ്പോഴും അതിൽ വിജയിച്ചുകൊണ്ടിരുന്നത് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ. പക്ഷെ 1929 ആയപ്പോഴേക്ക് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ ഉൾപ്പെടെയുള്ളവർ ബാങ്കിൽ നിന്നുള്ള വായ്പ വൻതോതിൽ എടുക്കുകയും അവര് മൊണോപ്പൊളി ക്യാപിറ്റലിന്റെ എക്സ്പാൻഷൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഏറ്റവും വലിയ മൂലധന ശക്തി അവിടെ ഫൈനാൻസ് ക്യാപിറ്റലായിട്ട് മാറി, ബാങ്കിങ് ക്യാപിറ്റലായിട്ട് മാറി. ചുരുക്കത്തിൽ ഡോമിനേഷൻ ഓഫ് ദി ഇൻഡസ്ട്രി ബൈ ദ ബാങ്ക്സ്, ഇങ്ങനെയുള്ള നിരവധി വൈരുദ്ധ്യങ്ങൾ ജർമ്മനിയുടെ മൊണോപ്പൊളൈസേഷൻ ഈ 2ാം ദശകങ്ങളിൽ കണ്ടു. 20ാം നൂറ്റാണ്ട് വലിയ മൂലധനത്തിന്റെ വളർച്ച, കാർഷിക മേഖലയുടെ തളർച്ച, ഇടത്തരം വ്യവസായങ്ങളുടെ തളർച്ച, ബാങ്കുകളുടെ വളർന്നു വരുന്ന ആധിപത്യം, ഇതെല്ലാമായിരുന്നു അവിടുത്തെ കുത്തക മൂലധനത്തിന്റെ പ്രത്യേകത. ഇങ്ങനെ കുത്തക മൂലധനം ശക്തിമാക്കപ്പെട്ടപ്പോൾ വർക്കിംഗ് ഡേയുടെ സമയം ദീർഘിപ്പിച്ചു. 8 മണിക്കൂറായിരുന്നത് 9 മണിക്കൂറാക്കി തൊഴിലാളികൾ ജോലി ചെയ്തു. ക്യാൻസലേഷൻ ഓഫ് സോഷ്യൽ ബെനിഫിറ്റ്സ്, ഇൻഷുറൻസ്, ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ മേഖലകളിൽ സ്റ്റേറ്റ് കൊടുക്കുന്ന സബ്സിഡികളെല്ലാം അവസാനിപ്പിച്ചു. ക്യാൻസലേഷൻ ഓഫ് ബ്രെഡ് സബ്സിഡീസ്, ഏത് പാവപ്പെട്ടവർക്കും
ബ്രെഡ് മേടിച്ച് ജീവിക്കാം, അവിടെ പട്ടിണി കിടക്കേണ്ടി വരത്തില്ല. ആ ബ്രെഡ് സബ്സിഡി അവസാനിപ്പിച്ചു. റെയിൽവേ ഡീനാഷണലൈസ് ചെയ്തു, പ്രൈവറ്റൈസ് ചെയ്തു. ലോക്കൗട്ട് സ്ഥിരമാക്കി. ലേബർ എപ്പോഴെങ്കിലും അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ ഈ മൊണോപ്പൊളി ക്യാപിറ്റൽ ലോക്കൗട്ടിന് ഒരു മാർഗമാക്കി. ചുരുക്കത്തിൽ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ജർമ്മനിയിൽ മൂലധന ശക്തികളെ പിടിമുറുക്കിയതോടുകൂടി അന്ന് വരെ അവിടെ ഉണ്ടായിരുന്ന ഒരു സാമൂഹിക ബാലൻസ് അത് അവസാനിക്കുകയും മൂലധനത്തിന്റെ കേന്ദ്രീകരണം, കോൺസെൻട്രേഷൻ ഓഫ് ക്യാപിറ്റൽ ഉണ്ടാവുകയും അത് പൊളിറ്റിക്സിൽ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്തു. 1925 നാസി പാർട്ടിയിൽ കേവലം 27,000 അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. 1927 ആയപ്പോൾ അത് 70,000 അംഗങ്ങളായി. 1928 1,80,000 പേരായി. 1929 ആയപ്പോഴേക്ക് 1,78,000 അംഗങ്ങൾ നാസി പാർട്ടി ചേരുക. ഇതാണ് അതിൻ്റെ ഇക്കണോമിക്സ് ഭാഗം എന്ന് പറയുന്നത്. ഈ നാസികളുടെ ടേക്ക് ഓവറിൻ്റെ ഒരു ഇക്കണോമിക്സ് അതെപ്പോഴും മൂലധന ശക്തികളുടെ പിന്തുണയോടെ. രണ്ടാമത് പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ആയിരുന്നു. ഈ ഫാഷിസ്റ്റ് ടേക്ക് ഓവറിൻ്റെ രണ്ടാമത്തെ ആസ്പെക്റ്റ് ലിബറൽ ഡെമോക്രസിയുടെ വലിയ ഫെയിലിയർ. ഒന്നാം ലോകമഹായുദ്ധം വരെ വാസ്തവത്തിൽ യൂറോപ്പിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, ലോകത്തിന്റെ 3/4 ഭാഗം കോളനികളായിരുന്നു, അവിടെ സാമ്രാജ്യത്വ ശക്തിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ എറിക് ഹോബ്സൺ പറയുന്നത് ലോകത്തിലെ അന്നുള്ള രാജ്യങ്ങളിൽ 1940 ഒന്നാം ലോകമഹായുദ്ധത്തിനും രണ്ടാം ലോകമഹായുദ്ധത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ ലിബറൽ ഡെമോക്രസി ഉണ്ടായിരുന്നത് 65 രാജ്യങ്ങളിലുണ്ടായിരുന്നു. ലിബറൽ ഡെമോക്രസി എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് ഉണ്ട്, ഫ്രീ ഇലക്റ്റഡ് അസംബ്ലീസ് ഉണ്ട്, റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എവരി വൺ ഈസ് ഈക്വൽ ബിഫോർ ലോ, സിറ്റിസൺസ് റൈറ്റ്സ് ഉണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, the society informed by the values of reason, right for free publication, media. ഇങ്ങനെയുള്ള ലിബറൽ ഡെമോക്രാറ്റിക് റെജിംസ് 1914 18 അതിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 65 രാജ്യങ്ങളുണ്ട്. എന്നാൽ 1920 ആയപ്പോഴേക്ക് ഈ ലിബറൽ ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന രാജ്യങ്ങൾ 35 ആയി. 1938 ഈ ടേക്ക് ഓവറിന്റെ സമയത്ത് 17 രാജ്യങ്ങളായിട്ട് ലിബറൽ ഡെമോക്രസി രാജ്യങ്ങൾ ചുരുങ്ങി. 1944 ആയപ്പോഴേക്ക് ലോകത്ത് 12 രാജ്യങ്ങളെ ലിബറൽ ഡെമോക്രസി രാജ്യങ്ങളായിട്ട് നിലനിന്നു. ബാക്കി രാജ്യങ്ങളിൽ മുഴുവൻ ഡിക്റ്റേറ്റർഷിപ്പ് ഏറ്റെടുത്തു. എവിടെ നിന്നാണ് ഈ ലിബറൽ ഡെമോക്രസിക്ക് ത്രെട്ട് വന്നത്? ഈ ലിബറൽ ഡെമോക്രസിക്ക് ത്രെട്ട് വന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നല്ല, കമ്മ്യൂണിസത്തിൽ നിന്നല്ല. 1917 ഒക്ടോബർ വിപ്ലവം പരാജയപ്പെടുത്തിയത് ഏറ്റവും മനുഷ്യവിരുദ്ധമായ സാറിസ്റ്റ് ഭരണകൂടത്തെയാണ്. എന്നാൽ യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന ഈ ലിബറൽ ഡെമോക്രാറ്റിക് ഗവൺമെന്റുകളെ പരാജയപ്പെടുത്തിയത് റൈറ്റ് റിയാക്ഷണറി പാർട്ടീസിൽ നിന്നാണ്. ലോകത്ത് ഒരിടത്ത് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് ഈ ലിബറൽ ഡെമോക്രസികളെ തകർത്തില്ല. എല്ലാ റൈറ്റിസ്റ്റ് പാർട്ടികളും. എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായ റൈറ്റിസ്റ്റ് പാർട്ടികൾ വന്നത്?
One, it was a response to the revolutionary left. 1917 ഒക്ടോബർ വിപ്ലവം യൂറോപ്പിലാകെ വ്യാപിച്ച് യൂറോപ്പും കിഴക്കൻ യൂറോപ്പും ആകെ ചുവന്ന് പോകും. ഇവിടെ എല്ലാം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉള്ളത് വരും എന്നുള്ള ഒരു വലിയ ഭയം വലതുപക്ഷ പാർട്ടികളെ ബാധിച്ചു. അതുകൊണ്ട് ആന്റി കമ്മ്യൂണിസ്റ്റ് പ്രചാരണം ഈ രാജ്യത്തെ വലതുപക്ഷ പാർട്ടികൾ ഏറ്റെടുക്കുകയും ഉദാഹരണത്തിന് സ്പെയിനിൽ ഫ്രാങ്കോ, പോർച്ചുഗൽ സെലാസർ, ഇവരെല്ലാം ഇത് ഏറ്റെടുക്കുകയും റെവല്യൂഷണറി ലെഫ്റ്റിന്റെ എമർജൻസിനോടുള്ള റെസ്പോൺസായിട്ട് ലിബറൽ ഡെമോക്രാറ്റിക് റെജീംസിനെ തകർത്തുകൊണ്ട് അവിടെയെല്ലാം ഏകാധിപത്യം സ്ഥാപിക്കുകയും ചെയ്തത് ഫാഷിസത്തിന് നല്ല ഒരു വളമായിട്ട് തോന്നും. കേവലം ബോൾഷെവിസത്തിനെതിരെ ഉള്ള ഒരു റെസ്പോൺസ് മാത്രമായിരുന്നില്ല ഇത്. എവിടെയൊക്കെ വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്സ് ഉണ്ടോ, എവിടെയൊക്കെ വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്സ് എമേർജ് ചെയ്യുന്നു, അതിനെയെല്ലാം തകർത്ത് തരിപ്പണമാക്കണം. അങ്ങനെ വലതുപക്ഷ പാർട്ടികൾ ശക്തിപ്പെട്ട് അധികാരം പിടിച്ചെടുത്ത് ആ തീരുമാനമാണ് 1917 റഷ്യൻ വിപ്ലവം കഴിഞ്ഞപ്പോൾ ആദ്യം കൊന്ന റോസ ലക്സംബർഗിന്. ഇറ്റലിയില് അധികാരം പിടിച്ചെടുത്തപ്പോൾ മുസോളിനി ആദ്യം കൊല്ലുന്നത് മാറ്റിയോട്ടി എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് ലീഡറിനെയാണ്. അപ്പോൾ ഫാഷിസത്തിനും നാസിസത്തിനും ഏറ്റവും വളക്കൂറായിട്ട് വന്നത് വലതുപക്ഷ പാർട്ടികളുടെ ശക്തീകരണമാണ് ഈ രാജ്യങ്ങൾ. ഈ പാർട്ടികൾ ഒന്നുകിൽ ജർമ്മനിയെയും ഇറ്റലിയെയും പോലെ ഫാഷിസ്റ്റ് നാസിസ്റ്റ് പാർട്ടികളെ പോലെ ആകാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അവരുടെ ആരാധകരായിട്ട് തന്നെ മാറും, അവരുടെ രീതികൾ തന്നെ അനുധാവനം ചെയ്തു. സ്പെയിനിലെ ഫ്രാങ്കോയും പോർച്ചുഗലിലെ സലാസറും ഉൾപ്പെടെയുള്ളവർ. ആരായിരുന്നു ഈ ഫാഷിസ്റ്റ് പാർട്ടികളുടെ ഒരു സോഷ്യൽ ബേസ് എന്ന് പറയുന്നത്? ഇടത്തരക്കാരായിരുന്നു ഇതിന്റെ ഒരു കോർ ബേസിസ് എന്ന് പറയുന്നത്. നിക്കോ പൗലിൻസാസിസ് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഏറ്റവും സെമിനൽ വർക്കുണ്ട് ഫാഷിസം ആൻഡ് ഡിക്റ്റാറ്റർഷിപ്പ്. അദ്ദേഹം ജർമ്മനിയെ കുറിച്ചാണ് കൂടുതൽ പഠിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞ ഫാഷിസ്റ്റ് നാസി പാർട്ടിയിലെ അധികാരം ഏറ്റെടുക്കുമ്പോൾ 30% സ്റ്റുഡൻസ് ആയിരുന്നു, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആയിരുന്നു. അതിനു മുമ്പ് കോളേജുകളിൽ നടന്ന യൂണിയൻ ഇലക്ഷൻസിൽ നാസി പാർട്ടിയുടെ സ്റ്റുഡൻറ് വിങ് വലിയ വിജയം നേടിയിരുന്നു. ഇറ്റലിയിലെ ഫാഷിസ്റ്റ് പാർട്ടിയിലെ മെമ്പർഷിപ്പിന്റെ 21% സ്റ്റുഡൻസ് ആയിരുന്നു, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആയിരുന്നു. സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു, വൈറ്റ് കോളർ വെള്ളക്കോളർ ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു. ഇവരൊക്കെ ആയിരുന്നു ഇതിന്റെ കോർ സോഷ്യൽ ബേസ് എന്ന് പറയും. ഈ രാജ്യങ്ങളിൽ മിഡിൽ ക്ലാസ് കുറെ ഡെസ്പറേറ്റ് ആയിരുന്നു. ഒന്നാം ലോകമായുധം കഴിഞ്ഞപ്പം ജർമ്മനിയും ഇറ്റലിയും ഒക്കെ തകർന്ന് തരിപ്പണമായി. മൊണോപ്പൊളി ക്യാപിറ്റലിന്റെ അഡ്വാൻസ്മെന്റ്, അഗ്രികൾച്ചറിന്റെ തകർച്ച, ചെറുകിട ഇൻഡസ്ട്രിയുടെ തകർച്ച, മീഡിയം ക്യാപിറ്റലിന്റെ സ്ട്രഗിള്, അൺഎംപ്ലോയ്മെന്റ്, ഈ രാജ്യങ്ങളെ ഡിസാം ചെയ്തു. ഇവർക്ക് ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇനി അവകാശമില്ല, ഡിസാം ചെയ്തു. ആർമിയെ പിരിച്ചുവിട്ടു. അങ്ങനെ വന്നപ്പോൾ ഇനി എന്താ നമ്മുടെ ഒരു ഭാവി എന്നുള്ള ഒരു വലിയ ആശങ്ക ഈ മിഡിൽ ക്ലാസ്സിനുണ്ടായിരുന്നു. മൊണോപ്പൊളി ക്യാപിറ്റലിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല, അവരെ സംരക്ഷിക്കുമെന്ന് മുസോളിനിയും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ മിഡിൽ ക്ലാസ്സിന് എപ്പോഴും ഒരു അരക്ഷിത ബോധമുണ്ട്. ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഉണ്ടായില്ലെങ്കിൽ ഒരു അരക്ഷിത ബോധമുണ്ട്. അതുകൊണ്ട് അവരെല്ലാവരും ഹിറ്റ്ലറിന്റെയും മുസോളിനിയുടെയും പിന്നാലെ കൂടുകയാണ് ചെയ്തത്.
അവർക്കൊരു പൊതുശത്രുവിനെ വേണം. ആ പൊതുശത്രുവിനെ അവർ കണ്ടെത്തി. ഈ രാജ്യങ്ങളുടെ വളർച്ചയിൽ അവരൊരു പൊതുശത്രു യഹൂദന്മാരാണ്. യഹൂദന്മാരൊരു യൂണിവേഴ്സൽ പ്രസൻസ് ഉണ്ടായിരുന്നു ലോകത്തെല്ലായിടത്തും. ട്രേഡേഴ്സ് ആയിട്ട്, ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ട്, ഇന്റലക്ച്വൽസ് ആയിട്ട്, യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് ആയിട്ട്. വാസ്തവത്തിൽ ഇറ്റലിയിൽ ആദ്യ കാലഘട്ടത്തിൽ ഈ ആന്റി സെമിറ്റിസം എന്ന് പറയുന്നത് ഒന്നും ഇല്ലായിരുന്നു. അവർക്ക് ആ ഒരു കാര്യമേ ഇല്ലായിരുന്നു. ജർമ്മനിയിലാണ് വാസ്തവത്തിൽ ഈ യഹൂദന്മാർക്ക് എതിരെ അവരെ ഐഡന്റിഫൈ ചെയ്ത് അവരാണ് നമ്മുടെ ശത്രു എന്ന് പറഞ്ഞ് ജനങ്ങളെ മൊബിലൈസ് ചെയ്യാനും ഒരുമിച്ച് നിർത്താനും ഒരു പൊതു ശത്രു വേണമല്ലോ. അങ്ങനെ വാസ്തവത്തിൽ ജർമ്മനിയിലാണ് തുടങ്ങി. ഇറ്റലിയിൽ വാസ്തവത്തിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ലായിരുന്നു. ഹിറ്റ്ലറും മുസോളിനിയും പറഞ്ഞത് ഈ ഒന്നാം ലോകമഹായുദ്ധത്തിൽ നമ്മുടെ രാജ്യങ്ങളുടെ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഉണ്ടായിരുന്ന ഈ ലിബറൽ ഡെമോക്രാറ്റിക് റെജിംസ് ആണ്. അതിനെ തകർക്കണം. അങ്ങനെ ഇലക്ഷന് മത്സരിച്ചു. ഹിറ്റ്ലർ ഇലക്ഷന് മത്സരിച്ചു, ഭൂരിപക്ഷം കിട്ടിയില്ല. പക്ഷെ ഏറ്റവും വലിയ ഒറ്റ പാർട്ടി ഹിറ്റ്ലറിൻ്റെതായിരുന്നു. അപ്പോൾ പ്രസിഡന്റ് ഹിൻഡൻബർഗ് ഹിറ്റ്ലറോട് പറഞ്ഞു വന്ന് രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഹിറ്റ്ലർ രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുത്ത് പ്രൈം മിനിസ്റ്ററായി. പ്രൈം മിനിസ്റ്റർ ആയതിന്റെ പിറ്റേന്ന് അദ്ദേഹത്തെ പ്രൈം മിനിസ്റ്റർ ആകാൻ ക്ഷണിച്ച പ്രസിഡന്റ് ഹിൻഡൻബർഗിനെ അദ്ദേഹം പിരിച്ചുവിട്ടു. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം കൂടെ ഏറ്റെടുത്തു. അപ്പോൾ മിഡിൽ ക്ലാസ്സിന് നമ്മുടെ രക്ഷകൻ വന്നിരിക്കുന്നു, സേവിയർ വന്നിരിക്കുന്നു, ഒരു പുതിയ മഷിക വന്നിരിക്കുന്നു. ഹിറ്റ്ലർ പറഞ്ഞത് നമുക്ക് ഒരു പരാജയമൊക്കെ സംഭവിച്ചു, പക്ഷെ ജർമ്മൻ പ്രൈഡ്, നമ്മുടെ സെരകളിൽ ഓടുന്ന ആര്യൻ രക്തമാണ്, നമ്മുടെ ലോകത്തിൽ ആർക്കും കീഴ്പ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഈ ലോകം മുഴുവൻ നമുക്ക് കീഴടക്കാം. സോവിയറ്റ് യൂണിയനെ എന്തായാലും പിടിക്കണം, സോവിയറ്റ് യൂണിയൻ കീഴടക്കണം, യൂറോപ്പിനെ മുഴുവൻ നമ്മുടെ കൽക്കീഴിൽ കൊണ്ടുവരാം, കൊറിയയും മറ്റും ചൈനയ്ക്ക് വിട്ടുകൊടുത്തേക്ക്. ചൈനയിൽ ഒരു ഏകാധിപത്യ ഭരണകൂടമാണ്. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്തേക്ക്. ഇങ്ങനെയൊക്കെ ചില കണക്കുകൂട്ടലുകളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒരു വേൾഡ് ലോകത്തെ മുഴുവൻ ഭരിക്കാനുള്ള ശക്തിയോടുകൂടി ഇതാ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് ഫാഷിസ്റ്റുകളും നാസിസ്റ്റുകളും പറഞ്ഞു. പ്രത്യേക കുപ്പായം, കരിങ്കുപ്പായം, ചുവന്ന കുപ്പായം, ബ്ലാക്ക് ഷർട്ട്സ്, അവർക്കൊരു വടി, മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഹൈറാർക്കി, മുകളിൽ നിന്ന് താഴേക്ക് പറയുന്ന അനുസരിക്കണം. രണ്ടുപേരും ബാൽക്കണിയിൽ നിന്ന് ജനങ്ങളെ കൈവീശി തിയേറ്ററിക്കലായി നാടകീയമായി അഭിസംബോധനകൾ ചെയ്യും. ഫാഷിസ്റ്റ് പാർട്ടിയിലേക്ക് എന്തിനു പറയുന്നു? നമ്മളിപ്പോൾ പറഞ്ഞു വൈറ്റ് കോളർ ആളുകളായിരുന്നു അതിന്റെ ബേസ്. ബ്ലൂ കോളർ ഉൾപ്പെടെ, വർക്കിംഗ് ക്ലാസ് ഉൾപ്പെടെ, കമ്മ്യൂണിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ ഉൾപ്പെടെ ഇതിൽ ആകർഷിക്കായി ഈ ഫാഷിസ്റ്റ് നാസി പാർട്ടികളിലേക്ക് അങ്ങ് ചേരുക. അപ്പൊ ഇതിന്റെ ഒരു കോർ ബേസ് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ആയിരുന്നു. അവര് പറഞ്ഞ സ്റ്റേറ്റ് ആണ് പരമപ്രധാനം, വ്യക്തികൾക്ക് ഒരു പ്രാധാന്യവുമില്ല. വ്യക്തിയുടെ താല്പര്യം സ്റ്റേറ്റിന്റെ താല്പര്യത്തിന് സബോർഡിനേറ്റ് ചെയ്യണം. പവറാണ് പ്രധാനം. നിങ്ങൾക്ക് പവർ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കഴുകനെ പോലെ ഇരിക്കണം. പ്രാവ്, ഞാൻ പ്രാവാണ്, പ്രാവാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ നല്ലതാണ്, ഞാൻ നിർമ്മലമാണ് എന്ന് പറഞ്ഞിരുന്നോണ്ട് ഒരു കാര്യവുമില്ല. പവർ വേണം. ഈ പവർ കൊണ്ട് ലോകത്തെ മുഴുവൻ കീഴടക്കണം, പിടിച്ചെടുക്കണം. ഈ ഒരു ഐഡിയോളജിയിൽ സ്റ്റുഡൻസും യൂത്തും എല്ലാം ആകർഷകരായതിൽ ഒരു സംശയമില്ല. അപ്പൊ ജർമ്മനിയില്, ഇറ്റലിയില്, ഈ രണ്ട് രാജ്യങ്ങളിൽ ഇത് വലിയ ആകർഷകമായിട്ട് തോന്നി. പിന്നീട് ഈ ഫാഷിസ്റ്റ് പ്രവണതകൾ വന്നത് കിഴക്കൻ യൂറോപ്പിലാണ്. അപ്പോൾ കിഴക്കൻ യൂറോപ്പ് സോവിയറ്റ് യൂണിയന്റെ കീഴിലായിരുന്നില്ല. അപ്പോൾ ഈസ്റ്റ് ജർമ്മനി, പോളണ്ട്, യുഗോസ്ലോവാക്യ, റുമേനിയ, ഇതുപോലെയുള്ള നിരവധി രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലെല്ലാം ഈ ഫാഷിസ്റ്റ് ഗവൺമെന്റുകളുടെ, ജർമ്മനിയെയും ഇറ്റലിയെയും പോലെ, ഹിറ്റ്ലറെയും മുസോളിനെയും പോലെയുള്ള ഭരണാധികാരികളുടെ വലിയ അതോറിറ്റേറിയൻ റെജിംസ് ഈ കാലഘട്ടത്തിൽ
രൂപപ്പെടി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഫാസിസം കേവലം ജർമ്മനിയിലും ഇറ്റലിയിലും ഒതുങ്ങി നിന്നില്ല. അത് യൂറോപ്പിലെ മറ്റൊരു വലിയ രാജ്യമായ സ്പെയിനിൽ ഫ്രാങ്കോ ഇതുപോലെ തന്നെ പ്രവർത്തിക്കുകയുണ്ടായി. അവിടെ റെസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് നമുക്ക് ഈ ഫാസിസ്റ്റുകളെ തടഞ്ഞു നിർത്തിക്കൂടാ സ്പെയിനിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സിവിൽ റെസിസ്റ്റൻസ് നടന്നു. സ്പാനിഷ് സിവിൽ വാർ നടന്നു. ലോകത്തിൽ എല്ലായിടത്തുമുള്ള മനുഷ്യാവകാശങ്ങളും നീതിയും, ദ ഹ്യൂമൻ പേഴ്സൺ, ദ ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ പേഴ്സൺ, മനുഷ്യാളത്വവും മനുഷ്യാന്തസ്സും ഉള്ളവരെല്ലാം പറഞ്ഞു നമ്മളിങ്ങനെ ഇരുന്നാൽ മതിയോ, നമുക്കെല്ലാം കൂടെ സ്പെയിനിലേക്ക് പോകാം. അമേരിക്കയിൽ നിന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കപ്പലുകളിൽ കയറി സ്പെയിനിലേക്ക് ധാരാളം വോളണ്ടിയേഴ്സ് ചെന്നു. പക്ഷേ സ്പാനിഷ് ആർമിയോട് എന്ത് ചെയ്യാനാണ്? അവരുടെ റെസിസ്റ്റൻസ് പരാജയപ്പെട്ടു. അങ്ങനെയുള്ള പല അറ്റംപ്റ്റ്സ് ഇതിനിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ പാരീസിലേക്ക് ഈ ഫാഷിസ്റ്റ് ആർമി വരാതിരിക്കാനായിട്ട് ഒരു ചെറിയ പരിസരം അവിടെ നടന്നിട്ടുണ്ട്. നമ്മളിപ്പം വൈകുന്നേരം നമ്മൾ ഈ കൂടുന്ന പോലെ ചില വീടുകളിൽ കൂടി നമുക്ക് ഈ ഫാഷിസ്റ്റുകളെ ഫൈറ്റ് ചെയ്യണം, പാരീസിലേക്ക് അവരെ കടത്തരുത്. അവർ കോഫി ക്ലബ്ബുകളിൽ, വായനശാലകളിലൊക്കെ കൂടി ഇരുന്ന് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. അവരെയാണ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ മഹാഭൂരിപക്ഷം ആളുകളും പറഞ്ഞു അതിന് അവർ വന്ന എന്തുവാ, ഒരു കുഴപ്പമൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ് അവരെ പാരീസ് നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. സാർത്തർ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവരെ കൊളാബറേറ്റേഴ്സ് എന്ന് വിളിച്ചു, കൂട്ടിക്കൊടുക്കുവാരെന്ന് വിളിച്ചു. അങ്ങനെ പലതരത്തിലാണ് ഇതിനോടുള്ള റെസ്പോൺസ് രൂപപ്പെട്ടത്. അങ്ങനെ 1923 മുതൽ 45 വരെ യൂറോപ്പിലെ ഈ പ്രദേശത്ത് നിലനിന്ന ഫാഷിസവും നാസിസവും ഒന്ന് മൂലധന ശക്തികളുടെ സ്വച്ഛന്തമായിട്ടുള്ള വളർച്ചയ്ക്കുള്ള അടിത്തറയിട്ടു. അവർക്കത് ആവശ്യമായിരുന്നു. രണ്ടാമത്, the defeat of the liberal democracy, and this was a response to the emergence of the revolutionary left led by Soviet Union. എന്തുകൊണ്ടാണ് ഫാഷിസത്തെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്താൻ സാധിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് ഇത് പുതിയ പുതിയ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ തീരുമാനമാണ്. ഈ ഹിറ്റ്ലറും അതുപോലെ തന്നെ മുസോളിനിയുടെ ഇറ്റലിയിലെയും ജർമ്മനിയിലെയും, ഹിറ്റ്ലർ അദ്ദേഹത്തിന്റെ കാമുകിയുമായിട്ട് അണ്ടർഗ്രൗണ്ടിൽ പോയി ആത്മഹത്യ ചെയ്തു. മുസോളിനിയെ ജനങ്ങൾ തല്ലിക്കൊന്നു. പക്ഷെ ധാരാളം ഈ അക്രമ പ്രവർത്തനങ്ങളിൽ, ഈ ഫാഷിസ്റ്റ് പ്രോപ്പഗണ്ടായിലും ജനങ്ങളെ അടിച്ചമർത്തുന്നതിലൊക്കെ പ്രവർത്തിച്ച ഒട്ടേറെ നേതാക്കന്മാരുണ്ട്. അവരെല്ലാം പോയി അഭയം പ്രാപിച്ചത് അമേരിക്കയിലാണ്. അവരെ ഒന്നും വിട്ടുകൊടുത്തില്ല. എന്തിനു പറയുന്നു? സ്പെയിനിലെ ഫ്രാങ്കോയും പോർച്ചുഗലിലെ സലാസറും ജനങ്ങള് തോപ്പിച്ച് അവർ ഫാഷിസ്റ്റുകളാണെന്ന് അവരെ ആരോപിച്ച് അവരെ കോർണർ ചെയ്തിട്ടും അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന, വീണ്ടും അവരെ അധികാരത്തിൽ കൊണ്ടുവരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഈ മൂലധന ശക്തികൾക്ക് പ്രിയങ്കരായ ഈ ഫാഷിസ്റ്റുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയി. അതിന്റെ എല്ലാ പ്രത്യാഘാത ലോകത്ത് പല ഭാഗങ്ങളിലും ഉണ്ട്. പുതിയ പുതിയ രൂപത്തിലുള്ള ഫാഷിസം. ലാറ്റിൻ അമേരിക്ക, 3 അമേരിക്കയുണ്ട്. കാനഡയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ചേരുന്ന നോർത്ത് അമേരിക്ക. സെൻട്രൽ അമേരിക്ക, മെക്സിക്കോ, ഗോട്ടിമാല, എൽ സാൽവഡോർ, ഹോണ്ടുറാസ്, ഇതുപോലെയുള്ള രാജ്യങ്ങൾ നടുക്കുള്ള, അതാണ് സെൻട്രൽ അമേരിക്ക. പിന്നെ ലാറ്റിൻ അമേരിക്ക, അർജന്റീന, ബ്രസീൽ, ചിലി, ഉരുഗ്വേ. ഈ രാജ്യങ്ങളിലെല്ലാം ഏകാധിപത്യ ഭരണകൂടങ്ങളായിരുന്നു.
ആ ഏകാധിപത്യ ഭരണകൂടങ്ങളെ എല്ലാം അവിടുത്തെ റവല്യൂഷണറി ലെഫ്റ്റ് കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ലിബറേഷൻ തിയോളജി, വിമോചന ദൈവശാസ്ത്രം, ധാരാളം കന്യാസ്ത്രീകൾ, വൈദികർ, ഇവരെല്ലാവരും ഈ റവല്യൂഷണറി ഗറില്ല ഗ്രൂപ്പുകളിൽ ചേർന്ന് ഒരു നീതിയുള്ള സമൂഹം. ലാറ്റിൻ അമേരിക്ക ഈസ് ഓൺ ദ വേർജ് ഓഫ് എ റവല്യൂഷൻ. We have to have a liberation from all forms of exploitation, political, social and economic. ഈ ലാറ്റിൻ അമേരിക്കൻ പ്രദേശങ്ങളെല്ലാം അർജന്റീനയും ബ്രസീൽ, ചിലി, ഉരുഗ്വേ, പരാഗ്വേ, മെക്സിക്കോ, ഗോട്ടിമാല, ഹോണ്ടുറാസ്, എൽ സാൽവഡോർ, ഈ രാജ്യങ്ങളെല്ലാം സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും കോളനികളായിരുന്നു. അവർ സംസാരിക്കുന്നത് 400 വർഷക്കാലം ഇവരുടെ കോളനികളായിരുന്നു. ഈ രാജ്യങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി. സ്പെയിനും പോർച്ചുഗലും തമ്മിൽ തർക്കമുണ്ടായി, ഏതൊക്കെ രാജ്യം ഞങ്ങൾക്ക് വേണമെന്നുള്ളതിനെ കുറിച്ച്. അവസാനം മാർപ്പാപ്പ ഇടപെട്ടു. മാർപ്പാപ്പ പറഞ്ഞു, ഏറ്റവും വലിയ രാജ്യം ബ്രസീൽ, അത് പോർച്ചുഗലിനിരിക്കട്ടെ, ബാക്കി അർജന്റീന, ചിലി, ഈ രാജ്യങ്ങളെല്ലാം സ്പെയിനും കൊടുത്തു. അങ്ങനെ ആ രാജ്യങ്ങളിലെ വിഭവങ്ങൾ മുഴുവൻ യൂറോപ്പിലേക്ക് പോയി. ചെമ്പ്, നിക്കല്, ഗോൾഡ്, കോഫി, ഇതെല്ലാം സമ്പന്നമായൊരു പ്രദേശമായിരുന്നു ഈ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. 400 വർഷക്കാലം ഈ ലാറ്റിൻ അമേരിക്കയിലെ, സെൻട്രൽ അമേരിക്കയിലെ വിഭവങ്ങൾ മുഴുവൻ സ്പെയിനിലേക്കും പോർച്ചുഗലിലേക്കും പോയി. അങ്ങനെ വന്നപ്പോഴാണ് അവിടെ ദേശീയ സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത്. ആ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമായി അവിടെ ഉണ്ടായിരുന്ന ഏകാധിപതികളെ, അവിടെയുള്ള റവല്യൂഷണറി ലെഫ്റ്റ് കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഈ വിഭവങ്ങൾ പഴയതുപോലെ സാമ്രാജ്യ ശക്തികൾക്ക് എടുക്കാൻ സാധിക്കുന്നു. 1973 സാൽവഡോർ ആയണ്ടേ, 71 ചിലിയിലെ സോഷ്യലിസ്റ്റായ സാൽവഡോർ ആയണ്ടേ അധികാരത്തിൽ വന്നു. അദ്ദേഹം ആദ്യം തീരുമാനിച്ചത് അവിടുത്തെ ചെമ്പ് ഖനികൾ ദേശസാൽക്കരിക്കാനാണ് തീരുമാനിച്ചത്. ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ കോപ്പർ ഉള്ളത് അവിടെയാണ്, ചിലിയിലാണ്. ആ ചിലിയിലെ ചെമ്പ് ഖനികൾ അമേരിക്കൻ കമ്പനികളായിരുന്നു. അമേരിക്കത് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു, റോയൽറ്റി പോലും കൊടുക്കാതെ. അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ തീരുമാനിച്ചു ആ ചെമ്പ് ഖനികൾ ദേശസാൽക്കരിക്കാൻ തീരുമാനിച്ചു. ഉടൻ തന്നെ അമേരിക്ക ഇടപെട്ടു. CIA ഡയറക്റ്റ് ആയിട്ട് ഷൂട്ടേഴ്സിനെ വിട്ടു. അങ്ങനെ പട്ടാള അട്ടിമറി നടന്നു. ചിലിയുടെ പ്രസിഡന്റ് സാൽവഡോർ അയണ്ടയുടെ ചീഫ് ജനറൽ, പട്ടാള ജനറൽ തന്നെ അദ്ദേഹത്തെ വെടിവെച്ചു പോയി. 1973 സെപ്റ്റംബർ 14. അന്ന് മുതൽ 1973 സെപ്റ്റംബർ മുതൽ പിന്നെ 40 വർഷം ഈ ചിലി ഭരിച്ചത് അദ്ദേഹത്തെ വെടിവെച്ച് വന്ന ജനറൽ പിനോഷെ. ഈ സമയത്തെല്ലാം അമേരിക്കയിലേക്കും ആ വിഭവങ്ങളെല്ലാം അവർക്ക് തിരിച്ച്, നേരത്തെ യൂറോപ്പിലേക്കായിരുന്നെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലേക്ക് ഈ ചമ്പ്. ഇതെല്ലാ രാജ്യങ്ങളിലാണ്. ബ്രസീലിലെ ഡെമോക്രാറ്റിക് കൺട്രി ആയിരുന്നു. അവിടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏത്തപ്പഴമായിരുന്നു. യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി ആയിരുന്നു. അത് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് ജോ ഗൗലറ്റ് തീരുമാനിച്ചു ഈ കമ്പനിയെ നാഷണലൈസ് ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് അവിടുത്തെ ജനാധിപത്യം അവസാനിച്ചു. അവിടെ പട്ടാള അട്ടിമറി നടത്തി, ജോ ഗൗലറ്റിനെ പുറത്താക്കി. പിന്നെ ഒരു 50 വർഷം ബ്രസീൽ ഏകാധിപത്യത്തിന് കീഴിലായിരുന്നു. പിന്നെ വിമോചന ദൈവശാസ്ത്രത്തിൽ കൂടി വളർന്ന സോഷ്യലിസ്റ്റായ ലൂള അധികാരം പിടിച്ചപ്പോഴാണ് ബ്രസീൽ ജനാധിപത്യത്തിലേക്ക് നയിച്ചത്. ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കയിൽ വിഭവങ്ങൾ മുഴുവൻ അപ്പോഴേക്കും ലോകത്തിലെ മൂലധന ശക്തികളുടെ കേന്ദ്രമായിട്ട് 2ാം ലോകത്തിന് ശേഷം മാറിയ അമേരിക്കയിലേക്ക് വരികയാണ്. അപ്പൊ ഈ ലാറ്റിൻ അമേരിക്കയിൽ എല്ലായിടത്തും കൗണ്ടർ റവല്യൂഷൻ. കൊച്ചു രാജ്യങ്ങളിൽ, ഉദാഹരണത്തിന് എൽ സാൽവഡോർ ഒരു കൊച്ചു രാജ്യമാണ്. എൽ സാൽവഡോറിൽ ആകെയുള്ള 14 കാപ്പിത്തോട്ടങ്ങൾ.
14 എസ്റ്റേറ്റുകളായിരുന്നു ആ രാജ്യം മുഴുവൻ. ആ 14 കുടുംബങ്ങളുടേതാണ് ഈ കാപ്പിത്തോട്ടങ്ങൾ. അവിടേക്ക് മാർപ്പാപ്പ ഒരു ബിഷപ്പിനെ അയച്ചു. അവിടെ ലിബറേഷൻ തിയോളജിയിൽ ധാരാളം വൈദികരും കന്യാസ്ത്രീകളും ചേരുന്നത് അറിഞ്ഞിട്ട് മാർപ്പാപ്പ ഒരു ബിഷപ്പിനെ റോമിൽ നിന്ന് അയച്ചു, ബിഷപ്പ് റൊമീറോയെ, ഈ കന്യാസ്ത്രീകളെയും വൈദികരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ, കമ്മ്യൂണിസത്തിലേക്ക് പോകാതിരിക്കാൻ. പക്ഷെ ബിഷപ്പ് റൊമീറോ അവിടെ ചെന്നപ്പോഴത്തെ കാഴ്ച അങ്ങനെ 14 കുടുംബങ്ങളുടെ വകയാണ് രാജ്യത്തെ വിഭവങ്ങളും മുഴുവൻ. അദ്ദേഹം ജിമ്മി കാർട്ടറിനെ പ്രസിഡന്റ് എഴുതി, നിങ്ങൾ ഈ എൽ സാൽവഡോറിന് ആയുധം കൊടുക്കരുത്, നിങ്ങൾ കൊടുക്കുന്ന ആയുധങ്ങൾ മുഴുവൻ ഇവിടുത്തെ ജനങ്ങളെ വെടിവെക്കാനാണ് ഉപയോഗിക്കുന്നത്, ഇന്റേണൽ മിലിറ്ററൈസേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ആർമി തോക്ക് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ജനങ്ങളുടെ. അതുകൊണ്ട് എൽ സാൽവഡോറിന് കൊടുക്കുന്ന സൈനിക സായുധ സഹായങ്ങൾ നിർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു മാർച്ച് 1980 മാർച്ച് 24 എൽ സാൽവഡോറിന്റെ തലസ്ഥാനമായ സാൻ സാൽവഡോറിൽ ഇതുപോലെ ഒരു വൈകുന്നേരം ബിഷപ്പ് റൊമീറോ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അമേരിക്ക ഡയറക്റ്റ് ആയിട്ട് വിട്ട 2 ഷൂട്ടേഴ്സ് ചെന്ന് അദ്ദേഹത്തെ മദ്ബഹായിൽ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലുകയാണ്. അദ്ദേഹത്തോട് വെടിവെച്ച്. അപ്പോൾ ലോകത്ത് 45 ഫാഷിസവും നാസിസവും അവസാനിച്ചെങ്കിലും വിഭവങ്ങളുടെ സ്വച്ഛന്തമായ പ്രവാഹം, മൂലധനത്തിന്റെ പ്രവാഹം, ഒന്നാം ലോക രാജ്യങ്ങൾക്ക് ഈ വിഭവങ്ങൾ വേണം, അവർക്ക് നിലനിൽക്കണമെന്ന്. അതിനുവേണ്ടി ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഗവൺമെന്റുകളെ എല്ലാം തകർക്കുന്ന ഒരു പുതിയ രൂപത്തിലുള്ള ഫാഷിസം, എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം, ഫാഷിസം എന്നോ ഫാസിസം എന്നോ അതോറിറ്റേറിയൻ റെജിംസ്, അതെല്ലാം പുതുതായിട്ട് രൂപപ്പെടുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ലാറ്റിൻ അമേരിക്കയിൽ. യൂറോപ്പിലെ കാര്യം പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. യൂറോപ്പിൽ കഴിഞ്ഞ 20 വർഷക്കാലമായി പുതിയ ഫാഷിസ്റ്റ് പ്രവണതകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ജർമ്മനിയിലും ഫ്രാൻസിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും യൂറോപ്പിലാകെ ഈയിടെ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിലേക്ക് ഒരു ഇലക്ഷൻ നടക്കുകയുണ്ട്. നമ്മൾ യൂറോപ്പിലെ ഒരു രാജ്യത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്യുമ്പോൾ 2 വോട്ടുണ്ട്. ഒന്ന് യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിലേക്കും വോട്ട് ചെയ്യണം, സ്വന്തം രാജ്യത്തെ പാർലമെന്റിലേക്കും വോട്ട് ചെയ്യണം. ഈയിടെ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ്, അതിന്റെ ആസ്ഥാനം ബ്രസൽസ് ആണ്. ആ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിലേക്ക് നടന്ന ഇലക്ഷനിൽ ഈ നിയോ ഫാസിസ്റ്റുകൾ, ഈ പോപ്പുലിസ്റ്റുകൾ വൻ ഭൂരിപക്ഷം നേടുകയുണ്ടായി. അപ്പൊ യൂറോപ്പ് എവിടേക്കാണ് പോകുന്നത്? ജർമ്മനിയിൽ ഏറ്റവും വലിയ പാർട്ടിയായിട്ട് റാലി ഫോർ ജർമ്മനി വന്നിരിക്കുന്നു. ഫാഷിസ്റ്റുകൾ അധികാരത്തിൽ ഏറ്റവും വലിയ പാർട്ടിയായിട്ട് വന്നു. ഫ്രാൻസിൽ ഫാഷിസ്റ്റുകൾ ഇപ്പൊ അധികാരത്തിൽ വന്നേനെ, നിയോ ഫാസിസ്റ്റുകൾ എന്നാണ് അവരെ വിളിക്കുന്നത്, നവ ഫാസിസ്റ്റുകൾ. അവരുടെ നേതാവാണ് ലീപെൻ. നേരത്തെ അവരുടെ അപ്പനായിരുന്നു, പിതാവായിരുന്നു, ഇപ്പൊ ആ മകളാണ് ഏറ്റെടുത്തിരിക്കുന്നത്, ലീപെൻ. അവർക്ക് 35% വോട്ട് കിട്ടി പാർലമെന്റ് ഇലക്ഷനിൽ. ഇന്ത്യ മുന്നണി ചെയ്ത പോലെ 28 രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് BJP ഇലക്ഷന് തടഞ്ഞു നിർത്തിയതുപോലെ അബ്സല്യൂട്ട് മെജോറിറ്റി BJPക്ക് കിട്ടിയില്ലല്ലോ. അതുപോലെ ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവിടെ മക്രോണിന്റെ സെൻട്രിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ഇവരെല്ലാം ഇലക്ഷന് പരസ്പരം മത്സരിച്ചവരാണ്. ഒരു പാർലമെന്റ് ഒരുമിച്ച് നിന്ന് ലീപെൻ അധികാരത്തിൽ വരാതിരിക്കാനായി ഇവരിപ്പോൾ ഒരു പുതിയ കോയലീഷൻ രൂപീകരിച്ച് അധികാരത്തിൽ വന്നിരിക്കുന്നു. നോക്കുക, 1789 ജനാധിപത്യം, സ്വാതന്ത്ര്യം, ലിബർട്ടി, ഫ്രറ്റേണിറ്റി പറഞ്ഞ് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായ രാജ്യത്ത് ഈ നിയോ ഫാസിസ്റ്റുകൾ വന്നിരിക്കുന്നു. ഇവർ പ്രോ റിച്ചാണ്, ധനികർക്ക് അനുകൂലമാണ് ഇവരെല്ലാം. ഈ പുതിയ ഫാഷിസ്റ്റ് പോപ്പുലിസ്റ്റ് പാർട്ടികളുടെ ലീഡേഴ്സ് ഒന്നും നേരത്തെ അങ്ങനെ പോളിറ്റിക്സിലൊന്നും ഉള്ളവരേ അല്ല. ഇവരൊന്നുകിൽ ട്രേഡിൽ നിന്ന് വരുന്നു, വലിയ വ്യാപാരികളാണ്, വലിയ സപ്ലൈ ചെയിൻ സ്റ്റോറുകളുടെയൊക്കെ ഉടമസ്ഥരാണ്, അല്ലെങ്കിൽ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകളാണ്. അപ്പൊ ഞാൻ 50 വർഷം, ഇപ്പോൾ വിജയകുമാർ സാർ പറഞ്ഞു 45 വർഷം ഞാൻ സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സിലുണ്ടായിരുന്നു. അവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
ഞാൻ ഇത്ര വർഷമായി പോളിറ്റിക്സിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ പണമുണ്ടോ, നിങ്ങളാണോ ഏറ്റവും വലിയ ഒരു പണക്കാരൻ, നിങ്ങൾക്ക് അവിടെ ഈ പോപ്പുലിസ്റ്റ് പാർട്ടിയുടെ തലവനായിട്ട് വരാം, അവിടെ പ്രസിഡന്റായിട്ട് വരാം, പ്രൈം മിനിസ്റ്ററായിട്ട് വരാം. ഫിൻലൻഡ്, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നവരെല്ലാം അങ്ങനെയുള്ളവരാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, യൂറോപ്പിലെ പല രാജ്യങ്ങളിലും, നെതർലൻഡ്സ്, ഓസ്ട്രിയ, പോർച്ചുഗൽ, ഇവിടെ എല്ലാം വന്നവരെല്ലാം ഈ ബിസിനസ് ടൈപ്പ് ആളുകളാണ്. സോ പൊളിറ്റിക്സ് ഈസ് ഇൻസുലേറ്റഡ് ഫ്രം ഇക്കണോമിക്സ്. ഇക്കണോമിക്സും പൊളിറ്റിക്സുമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങളുടെ ഇക്കണോമിക്സ് ഉണ്ടോ, പണമുണ്ടോ, അതിനനുസരിച്ചുള്ള പോളിസി നിങ്ങൾക്ക് രൂപപ്പെടുത്താം. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഡെമോക്രാറ്റ്സിൻ്റെയും സോഷ്യലിസ്റ്റിൻ്റെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ഗ്രീൻസിൻ്റെയും എല്ലാ സോഷ്യൽ ബേസ് തകർത്തുകൊണ്ട് ഈ പോപ്പുലിസ്റ്റുകൾ അധികാരത്തിൽ. മുസ്ലിംസ് ഇവരുടെ ശത്രുക്കളാണ്. നോർത്ത് ആഫ്രിക്കയിൽ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ ഏതെങ്കിലും കപ്പലോ ബോട്ടോ വാടകയ്ക്ക് എടുത്ത് ഈ യൂറോപ്പിലേക്ക് വരുന്നവരെല്ലാം എങ്ങനെങ്കിലും ഒളിച്ചകത്ത് കിടന്ന് അവിടെ കൂലിവേലയ്ക്കായിട്ടൊക്കെ ജീവിക്കും. അവരെ സ്വീകരിക്കരുത് എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇറ്റലിയിലെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു, ഞാൻ ആ ഒരൊറ്റ ബോട്ടോ കപ്പലോ എൻ്റെ തീരത്ത് അടുപ്പിക്കത്തില്ല. അങ്ങനെ അഭയാർത്ഥികളെയും കൊണ്ട് വരുന്ന കപ്പല് ഉന്തി തള്ളി അപ്പുറത്തോട്ട് വിട്ടേക്കണം. ഇങ്ങനെ എത്രയോ കുഞ്ഞുങ്ങൾ മരിച്ച കാര്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. നെതർലാൻഡ്സിൽ ഇത്തവണ മത്സരിച്ച നിയോ ഫാസിസ്റ്റ് പോപ്പുലിസ്റ്റ് പാർട്ടിയുടെ തലവൻ പറഞ്ഞത്, ഞാൻ അധികാരത്തിൽ ആദ്യം വന്നാൽ ചെയ്യുന്നത് ഖുറാൻ കത്തിക്കുമെന്ന്. ജർമ്മനിയിലെ റാലി ഫോർ ജർമ്മനിയുടെ മുദ്രാവാക്യം തന്നെ ഇസ്ലാം ജർമ്മനിക്ക് ചേരുന്നതല്ല എന്നുള്ളതാണ്. അപ്പോൾ 1923 മുതൽ 1945 വരെ ഹിറ്റ്ലറെ യൂതന്മാരെ ഒരു പൊതുശത്രുവായി കണ്ടതുപോലെ ഇപ്പോൾ മുസ്ലിങ്ങളെ പൊതുശത്രുക്കളായിട്ട് കണ്ട് ഒരു അൾട്രാ നാഷണലിസം, ഒരു തീവ്ര ദേശീയത ഇപ്പോൾ യൂറോപ്പിൽ രൂപപ്പെടുന്നു. അതാണ് നവഫാസിസം അല്ലെങ്കിൽ പോപ്പുലിസം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന ഈ നവഫാസിസം അല്ലെങ്കിൽ അൾട്രാ നാഷണലിസം, തീവ്ര ദേശീയത, അത് നമ്മുടെ രാജ്യത്തെയും വളരെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ എലോൺ മസ്ക് പ്രസിഡന്റ് ട്രംപിന്റെ ഇലക്ഷൻ ക്യാമ്പയിന് കൊടുത്ത $200 മില്യൺ. അപ്പോൾ ട്രംപ് ആദ്യം ചെയ്തത് ഈ എലോൺ മസ്കിനെ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിന്റെ അഡ്വൈസറാക്കി നിയമിക്കുക എന്നുള്ളതാണ്. അവരാദ്യം ചെയ്തത് നാച്ചുറൽ ബർത്ത് റൈറ്റ് എടുത്തു കളയുക എന്നുള്ളതായിരുന്നു. അമേരിക്കയിലുള്ള പൗരന്മാര് അവരുടെ അമ്മ അവിടെ ഉണ്ടെങ്കിൽ, അല്ലെ അപ്പനോടുണ്ടെങ്കിൽ, ഒരാളോടുണ്ടെങ്കിൽ നാച്ചുറൽ ബർത്ത് റൈറ്റ് ആണ്. അവിടെ പ്രസവിച്ചതാണെങ്കിൽ, അവിടുത്തെ അമ്മ അവിടെ പ്രസവിച്ചതാണെങ്കിൽ. പക്ഷെ ഇപ്പൊ അത് എടുത്തു കളഞ്ഞു, നാച്ചുറൽ ബർത്ത് റൈറ്റ്. അങ്ങനെ അമേരിക്കയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അമേരിക്കൻ സിറ്റിസൺസ് ആകത്തില്ല, അത് എടുത്തു കളഞ്ഞു. അതാണ് അവരാദ്യം ചെയ്തത്. ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റി ആയിരുന്നു. ഈ അമേരിക്കക്കാരാരാണ്? ഇവരെല്ലാം അഭയാർത്ഥികളായിരുന്നു. 500 വർഷം മുമ്പ് ഇംഗ്ലണ്ടിലും യൂറോപ്പിലും മതപീഡനം ഉണ്ടായപ്പോൾ കിട്ടിയ കപ്പലുകളും ബോട്ടുകളും എല്ലാം പിടിച്ച് അതിൽ കയറി രക്ഷപ്പെട്ട് അമേരിക്കയിൽ പോയി 14 സ്ഥലത്ത് താമസിച്ചു. 14 കോളനികൾ ഉണ്ടാക്കി. ഒടുവിൽ 1766 ഈ 14 കോളനികളും കൂടി അമേരിക്ക ഇന്ത്യയിൽ ഇതിന് സമാന്തരമായിട്ട് തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇതിന്റെ പേരാണ് ഹിന്ദുത്വ എന്ന് പറയുന്നത്. ഹിന്ദുത്വയ്ക്ക് ഹിന്ദു മതവുമായിട്ട് യാതൊരു ബന്ധവും. ഹിന്ദുത്വം ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. 1923 തന്നെ, 24 ആ ഒരു കാലഘട്ടത്തിൽ തന്നെ
യൂറോപ്പിൽ റവല്യൂഷണറി ലെഫ്റ്റിന് ബദലായി ഫാഷിസവും നാസിസവും ഉണ്ടായതുപോലെ തന്നെ ഇന്ത്യയിൽ 1917 സോവിയറ്റ് യൂണിയന്റെ വിപ്ലവത്തിന്റെ പ്രഭയിൽ ആകർഷകരായി ഇവിടെയും കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടായി. ഇന്ത്യയിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു ന്യൂനപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത്. ആ സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം ഇന്ത്യയിൽ ഉണ്ടാവാതിരിക്കാൻ ഫാഷിസവും നാസിസവും ഉണ്ടായ അതേ വർഷം തന്നെ ഇന്ത്യയിലും RSS രൂപീകരിക്കുകയുണ്ടായി. ഫാഷിസത്തിന്റെ നാസിസത്തിന്റെ അതേ രൂപങ്ങൾ. അവിടെ കരിങ്കുപ്പായും, മുസോളിനിക്ക് ചുവന്ന കുപ്പായും, ഇവിടെ കാക്കിക്കുപ്പായും. അവിടെ മുസോളിനിയുടെ ചിഹ്നം അടുക്കി വെച്ച ഒരു കെട്ട് വിറക്, ഇവിടെ ഒരു ദണ്ണ്, ബെൽറ്റ്, മുകളിൽ നിന്ന് താഴേക്കുള്ള ഓർഡർ, അത് തന്നെ ഇവിടെയും അവരേറ്റെടുത്തു. പക്ഷെ ഇവിടെയുള്ള ഹിന്ദു കമ്മ്യൂണിറ്റി എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിലേക്കും വലിയൊരു സെക്കുലർ കമ്മ്യൂണിറ്റിയാണ്. ഒരു മതേതര കമ്മ്യൂണിറ്റിയാണ്. ഇതുപോലൊരു മതനിരപേക്ഷ സമൂഹം. ഒന്നാമത്തെ ലോക്സഭാ ഇലക്ഷന് ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രമാകണമെന്ന് ആഗ്രഹിച്ച് ഈ RSSന്റെ പ്രേരണയിൽ ഇവിടെ രൂപപ്പെട്ട ഹിന്ദു സംഘടനകൾ ഇലക്ഷന് മത്സരിച്ചു. അവർ 500-ൽ പരം ലോക്സഭാ സീറ്റിൽ അവർക്ക് വിരലിൽ എണ്ണാവുന്ന സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. നെഹ്റുവിന്റെ മോഡേണിറ്റി, ഗാന്ധിജിയുടെ ഒരു സെക്യുലർ സ്പിരിച്വാലിറ്റി, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ശക്തമായ നിലപാട്, അതുകൊണ്ടൊന്നും ഇവിടെ വർഗീയ ശക്തികൾക്ക് വേരുറപ്പിക്കാൻ സാധിച്ചില്ല. പക്ഷെ സമീപകാലത്ത് നമ്മുടെ രാജ്യത്തും പ്രത്യേകിച്ച് 1990 ആയപ്പോഴേക്ക് ലോകത്തെ എല്ലായിടത്തും ഉണ്ടായി വരുന്ന ഈ തീവ്ര ദേശീയത ഇവിടെയും ബാധിച്ചു. ഹിന്ദു കമ്മ്യൂണിറ്റി 1000 വർഷങ്ങളായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കീഴ്പ്പെട്ട് കിടക്കുകയാണ്. AD 1000 മുതൽ 1707 വരെ മുസ്ലിങ്ങൾ നമ്മളെ ഭരിച്ചു. അടിമ വംശം തൊട്ട് മുഗൾ വംശം വരെ നമ്മളെ ഭരിച്ചു 700 വർഷക്കാലം. പിന്നീട് 200 വർഷക്കാലം ക്രിസ്ത്യാനികൾ നമ്മളെ ഭരിച്ചു, ബ്രിട്ടീഷുകാർ. നമ്മൾ എന്തിനാണ് ഇങ്ങനെ നിന്നു കൊടുക്കുന്നത്? അപ്പൊ നമ്മുടെ ദേശീയതയിലേക്ക് വളരണം. ഹിന്ദു മതം അപകടത്തിലാണ്. ഇപ്പോൾ ഈ അപകടം ആരാണ് നമുക്ക് കൊണ്ടുവരുന്നത്? മുസ്ലിങ്ങളാണ്. ഇവരിങ്ങനെ പോയ ഹിന്ദുക്കളെക്കാൾ മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് മുസ്ലിങ്ങളെ ശത്രുക്കളായി കാണുക, അവരുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കുക. അങ്ങനെ 500 വർഷമായിട്ട് അവർ ആരാധിച്ചുകൊണ്ടിരുന്ന ബാബറി മസ്ജിദ് ഇടിച്ചു പൊളിച്ച് 1984-ൽ BJPക്ക് 2 ലോക്സഭാ അംഗങ്ങളെ ഉണ്ടായിരുന്നു. പക്ഷെ ബാബറി മസ്ജിദ് ഇടിച്ചു പൊളിച്ചതിന് ശേഷം നടന്ന 1991 ഇലക്ഷനിൽ BJPക്ക് 110 ലോക്സഭാ സീറ്റ്. കഴിഞ്ഞ മുമ്പത്തെ ഇലക്ഷൻ അവർക്ക് 340 ലോക്സഭാ സീറ്റ്. ഇത്തവണ അവർക്ക് 240 ലോക്സഭാ സീറ്റ് കിട്ടി. ഇപ്പോൾ ഇന്ത്യയിലെ 29 സ്റ്റേറ്റ് ആയിരുന്നു. ഒരു ദിവസം രാവിലെ ഒരു സ്റ്റേറ്റ് അങ്ങ് ഇല്ലാതെ പോയി, ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളിൽ മഹാഭൂരിപക്ഷ സ്റ്റേറ്റുകളിൽ BJPയോ അവരുടെ സഖ്യകക്ഷികളോ ഭരിക്കും. മജോറിറ്റി കമ്മ്യൂണലിസം ഹാസ് ബിക്കം ദ പൊളിറ്റിക്കൽ ഐഡിയോളജി. നമ്മൾ പഠിച്ചിരുന്ന ഗാന്ധിസം, സോഷ്യലിസം, മാർക്സിസം, ലിബറലിസം ഇതൊക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഐഡിയോളജി ഈ മജോറിറ്റി കമ്മ്യൂണലിസമാണ്, ഭൂരിപക്ഷ വർഗീയതയാണ്. അതുകൊണ്ട് ലോകത്തെല്ലായിടത്തും ഒരു അൾട്രാ നാഷണലിസത്തിന്റെ വളർച്ചയാണ്. ഇന്ത്യയിലെ പ്രത്യേകത ഈ അൾട്രാ നാഷണലിസത്തിന്റെ മുഖംമൂടിയായി നിർത്തിയിരിക്കുന്നത് റിലീജിയനെയാണ്. ആ റിലീജിയന്റെ പിന്നിൽ, ഈ മുഖംമൂടിക്ക് പിന്നിൽ നിൽക്കുന്നത് കോർപ്പറേറ്റ് ശക്തികളാണ്. സ്വാഭാവികമായിട്ടും
ഈ ഏകാധിപത്യത്തിനെതിരെയും ഈ ഡെമോക്രസി ഇല്ലാതാക്കുന്നതിനെതിരെയും ഈ മൊണോപ്പൊളി ക്യാപിറ്റലിന്റെ വളർച്ചയ്ക്കെതിരെയും ജനങ്ങളുടെ വലിയ എതിർപ്പുണ്ടാകും. പക്ഷെ റിലീജിയനെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത് കൊണ്ട് ആ എതിർപ്പിനെ ദുർബലമാക്കാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനും സാധിക്കും. ഇപ്പൊ മിസസ് നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞത്, ഞാൻ നീതി ആയോഗിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, ഇനി ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കാനുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞാൻ നീതി ആയോഗിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത്തവണ അവർ 2 സ്ഥാപനങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ടെന്ന് കണ്ടു. ഒന്ന് ഇൻഷുറൻസ്, 2 കോളം. 56 നമ്മുടെ ഇൻഷുറൻസ് ആരംഭിക്കുമ്പോൾ അന്ന് നമുക്ക് 55 കമ്പനികളുണ്ട്, ടാറ്റയുടെ, ബിർളയുടെ, ഗോയങ്കയുടെ ഒക്കെ. ഇൻഷുറൻസിൽ പൈസ കിട്ടാൻ തിരികെ കിട്ടത്തില്ല. അന്ന് ശ്രീമതി ഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി പാർലമെന്റിൽ എഴുന്നേറ്റു. ഫിറോസ് ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ എപ്പോഴും നെഹ്റു ഓടി വരും കേൾക്കാൻ. ഫിറോസ് ഗാന്ധി പറഞ്ഞു, ഇൻഷുറൻസിൽ പൈസ കിട്ടാൻ തിരികെ കിട്ടുന്നില്ല, അതുകൊണ്ട് ഇൻഷുറൻസ് ദേശസാൽക്കരിക്കണമെന്ന് പറഞ്ഞു. അതിന് മറുപടി പറഞ്ഞ അന്നത്തെ ധനകാര്യമന്ത്രി CD ദേശ്മുഖ് പറഞ്ഞു, ശരി, ഇൻഷുറൻസ് ദേശസാൽക്കരിക്കാം. ഈ 55 കമ്പനികളെയും കൂടി ഒരു ഇൻഷുറൻസ് ആക്കി, LIC ജനറൽ ഇൻഷുറൻസ്. ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്തു, 5 കോടി രൂപ മൂലധനമായിട്ട് കൊടുത്തു. 5 കോടി രൂപയ്ക്ക് തുടങ്ങിയ LICയുടെ ഇപ്പോഴത്തെ മൂലധനം 35 ലക്ഷം കോടി രൂപയാണ്. അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഏജന്റുമാർ, അതിൽ പ്രീമിയം അടയ്ക്കുന്ന സാധാരണക്കാർ. ഇതുപോലെയുള്ള നമ്മുടെ അവശേഷിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം യൂറോപ്പിലെ, അമേരിക്കയിലെ യാതൊരു വിശ്വസ്തയില്ലാത്ത ഇൻഷുറൻസ് കമ്പനികൾക്ക് പിച്ചക്കാശിന് എറിഞ്ഞു കൊടുക്കുക. നമ്മുടെ കോൾ, നമ്മുടെ കൽക്കരി, 1 ലോറി കൽക്കരി വാങ്ങാൻ ലൈസൻസ് കൊടുത്താൽ 100 ലോറി ആ ഒറ്റ ലൈസൻസിൽ വാരിക്കൊണ്ടു. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ഏറ്റവും വലിയ കോൾ സ്കാം. അതുകൊണ്ട് നമ്മുടെ ലോകത്ത് എല്ലായിടത്തും ഉള്ള പോലെ, അമേരിക്കയിലുള്ളതുപോലെ, യൂറോപ്പിൽ സംഭവിച്ചതുപോലെ ഇന്ത്യയിലെ ഫാഷിസം എന്ന് പറയുന്നത് ഇവിടുത്തെ ഹിന്ദുത്വ ശക്തി. ഇന്ത്യയിലെ ഹിന്ദുത്വം അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ അവർക്ക് വലിയ സ്റ്റണ്ണിങ് ഡിഫീറ്റാണ് ഉണ്ടായത്. 400 സീറ്റ് കിട്ടുമെന്ന് അവർ കരുതി, അവർക്ക് 240 സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ RSSനുള്ളിൽ 2 തരത്തിലുള്ള ചിന്തകൾ വന്നിട്ടുണ്ട്. ഒന്ന്, ഗവൺമെന്റ് പോകുന്ന പൊക്കോട്ടെ. ഇപ്പോൾ നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും പിന്തുണയിലാണ് നിൽക്കുന്നത്. അത് പോണേ പൊക്കോട്ടെ, ഗവൺമെന്റ് പോണേ പൊക്കോട്ടെ. തീവ്ര ഹിന്ദുത്വയിലേക്ക് തിരിച്ചു പോകണം, അതാണ് ഒരു ആർഗ്യുമെന്റ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് 100 മസ്ജിദുകൾക്ക് അടിയിൽ ശിവലിംഗമുണ്ട്. ആദ്യം നടന്ന സംഭാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആർക്കിയോളജിക്കൽ സർവേക്കാർ അവിടെ അന്വേഷിക്കാൻ ചെന്നപ്പം അവിടെയുള്ള മുസ്ലിം സഹോദരന്മാരെ എതിർത്തു. അപ്പോൾ തന്നെ അവിടെ വെടിവെച്ചു. 4 മുസ്ലിംസ് അവിടെ വെടിവെച്ചു വീണു. ഒരാൾ ആശുപത്രി വെച്ച് മരിച്ചു. ഇത് 100 സ്ഥലത്ത് നടക്കുകയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ വീണ്ടും പോളറൈസ്ഡ് ആകും. അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിന് തിരിച്ചു വരാം. ഇതാണ് RSSലുള്ള ഒരു ചിന്ത. ഗവൺമെന്റ് പോകുന്ന പോട്ട്. അപ്പം RSS രൂപീകരിച്ചതിന്റെ 100ാം വാർഷികമാണ് 2025. ഫാഷിസത്തിന്റെയും നാസിസത്തിന്റെയും അതേ വർഷം ഈ 100ാം വാർഷികത്തിൽ രാജ്യത്തെ RSSനെ തിരിച്ചു പിടിക്കണം എന്നുള്ള ചിന്തയിലാണ് പോകുന്നത്. അതുകൊണ്ട് രാജ്യത്ത് കൂടുതൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാവും. ഇന്നലെ കഴിഞ്ഞ ആഴ്ച അമിത്ഷാ പറഞ്ഞത്, ആരെങ്കിലും ഭീകരനാണെന്ന് കണ്ടാൽ അവന്റെ നെറ്റിക്ക് ഞാൻ വെടിവെക്കുന്നത്. ആരാ ഭീകരൻ? ആരാ തീരുമാനിക്കുന്നത്? ഭീകരൻ ആരാ തീരുമാനിക്കുന്നത്? കോടതി തീരുമാനിക്കുന്നതിന് മുമ്പ്, പോലീസ് തീരുമാനിക്കുന്നതിന് മുമ്പ് വെടിവെച്ച് കഴിഞ്ഞു. അർഗസീബിന്റെ ശവകുടീരം പൊളിക്കണമത്തിലെ അവിടെ വീട് ബുൾഡോസർ വെച്ച് നശിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോഴാണ് പറയുന്നത് അയാൾ നിരപരാധിയാണ്, പക്ഷെ വീട് ബുൾഡോസർ വെച്ച് നശിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഫാഷിസമാണോ നവഫാസിസമാണോ എന്നുള്ള ട്രാപ്പിൽ നമ്മൾ വീഴേണ്ട കാര്യമില്ല. എല്ലാ ഫാഷിസ്റ്റ് പ്രവണതകളും
ഉള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. ഫാസിസമാണോ നവഫാസിസമാണോ എന്ന് നമ്മൾ തർക്കിച്ചിരിക്കാതെ നമ്മുടേതായ ചെറിയ ചെറിയ റെസിസ്റ്റൻസ്, പ്രതിരോധങ്ങൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത്.